കുട്ടികളുടെ മനസ്സിൽ കൺഫ്യൂഷൻ സൃഷ്ടിക്കരുത്. അത് അവരുടെ ഭാവിയെ സാരമായി ബാധിക്കും. ലെറ്റ്യൂഡിന്റെ ലക്ഷ്യം വളരെ വ്യക്തമാണ്. നമ്മുടെ മക്കളെ ശരിയായ രീതിയിൽ നയിച്ച് അവർക്ക് സന്തോഷത്തോടെയും ആത്മവിശ്വാസത്തോടെയും ഉത്തരവാദിത്തത്തോടെയും വിജയകരമായ ഒരു ജീവിതം നയിക്കാൻ സഹായിക്കുക. അതുകൊണ്ടാണ് ഇന്ന് ഓരോ അച്ഛനമ്മമാരും മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ നമ്മൾ സംസാരിക്കുന്നത്. കുട്ടിയുടെ മനസ്സിൽ കൺഫ്യൂഷൻ സൃഷ്ടിക്കരുത്. കഴിഞ്ഞ ദിവസം 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ആൺകുട്ടിയോട് നേരിട്ട് ഞാൻ സംസാരിക്കുകയുണ്ടായി. കുട്ടി പഠനത്തെ സംബന്ധിച്ച് പല പ്രശ്നങ്ങളും പറഞ്ഞുവെങ്കിലും കുട്ടി പറഞ്ഞ ഒരു പ്രശ്നമാണ് എനിക്ക് വിഷമം തോന്നിച്ചത്. കുട്ടി രാവിലെ സ്കൂളിൽ നിന്ന് പുറപ്പെടുന്നതിന് മുൻപ് അമ്മ പറയും, ടീച്ചർ എന്ത് പറയുന്നോ അതെല്ലാം ശ്രദ്ധിച്ച് കേൾക്കണം, ടീച്ചറുടെ നിർദ്ദേശങ്ങൾ അതേപടി പാലിക്കണമെന്ന് പറയും. വൈകുന്നേരം കുട്ടി വീട്ടിലെത്തിയിട്ട് എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ ഇതേ അമ്മ പറയും, അല്ലേലും ആ ടീച്ചർക്ക് ഒന്നും അറിയില്ല. അപ്പോൾ കുട്ടി എന്നോട് ചോദിച്ചു, ഞാൻ ആരെയാ ടീച്ചറെ വിശ്വസിക്കേണ്ടത്? അമ്മയെ വിശ്വസിക്കണോ ടീച്ചറെ വിശ്വസിക്കണോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അതെ, ഇന്ന് കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന, ഒരുപാട് പേര് അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തിൽ താല്പര്യമുള്ളവർ മാത്രം മുഴുവൻ കേൾക്കുക. കുട്ടിക്ക് സ്വന്തം മനസ്സിനെ പോലും വിശ്വസിക്കാനാവാത്ത അനുഭവങ്ങളാണ് വീട്ടിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് കുട്ടിയുടെ മനസ്സിൽ രൂപപ്പെടുന്ന സൈക്കോളജിക്കൽ കൺഫ്യൂഷനാണ്. ഒരു ദിവസം കുട്ടി സ്കൂളിൽ നിന്ന് നിരാശയോടെ വീട്ടിലെത്തി. അവരുടെ സ്കൂളില് ആരോ സ്കൂളിൽ കൊണ്ടുവരാൻ പാടില്ലാത്ത ഒരു കാര്യം കൊണ്ടുവന്നുവെന്ന് അറിഞ്ഞു. ഒരു ടീച്ചർ, ഒരു സാറാണ് അറിഞ്ഞത്. സാറ് ബി ഡിവിഷനിൽ എല്ലാ കുട്ടികളുടെയും ബാഗ് പരിശോധിച്ചു അത്രേ. പക്ഷേ അവിടെ നിന്ന് ഒന്നും കണ്ടെടുക്കാൻ സാധിച്ചില്ല. ആ സാറ് സ്കൂളിന് വേണ്ടി ഒരുപാട് സിൻസിയറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണെന്ന് കുട്ടി എന്നോട് പറഞ്ഞു. സാർ അങ്ങനെ നോക്കിയെങ്കിൽ ആ സാറിനെ കുറ്റം പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. പക്ഷേ മറ്റു കുട്ടികൾ ഈ ഒരു കാര്യം പറഞ്ഞ് സാറിനെ ഒരുപാട് കുറ്റം പറഞ്ഞു. അതെനിക്ക് വേദനിച്ചു എന്നും കുട്ടി പറഞ്ഞു. കുട്ടി ഇക്കാര്യം വീട്ടിൽ വന്ന് പറഞ്ഞു. ഇന്റർവെൽ സമയത്തും മറ്റു കുട്ടികളും മറ്റ് ബാച്ചിലെ കുട്ടികളും ഇതിനെക്കുറിച്ചായിരുന്നു സംസാരം. വീട്ടിൽ വന്ന് ഇക്കാര്യം പറഞ്ഞപ്പോൾ അമ്മയുടനെ പറഞ്ഞു, അല്ലെങ്കിലും ആ സാർ അങ്ങനെ. തീർന്നല്ലോ എല്ലാം. കുട്ടിയുടെ മനസ്സിൽ ആ സാറിനെ കുറിച്ചൊരു വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ അമ്മ ആ സാറിനെ കുറ്റപ്പെടുത്തി പറഞ്ഞപ്പോൾ അപ്പൂപ്പൻ പറഞ്ഞു, ആ സാറ് ശരിയല്ലായിരിക്കാം എന്ന് പറഞ്ഞു. കുട്ടി അപ്പോഴും പറയുന്നു, ഇല്ലമ്മേ, ഞങ്ങൾക്ക് നല്ലത് വരാൻ വേണ്ടതേ ആ സാറ് ചെയ്യുള്ളൂ. സാറ് വഴക്ക് പറഞ്ഞു എന്നാ പറയുന്നത്. ഓരോ സാഹചര്യങ്ങളിലും എന്താണ് സംഭവിക്കുന്നതെന്ന് 10 കുട്ടികളുണ്ടെങ്കിൽ 10 രീതിയിലായിരിക്കും അവർ അവനവൻ്റെ ഉള്ളിലേക്ക് എടുത്തു വെക്കുന്നത്. സാറിൻ്റെ ഉദ്ദേശം എന്താണോ അത് സാറിന് മാത്രമേ അറിയുള്ളൂ. കുട്ടികൾക്ക് നന്മയ്ക്ക് വേണ്ടിയാണോ ചെയ്തത് പല കാര്യങ്ങളും. പക്ഷേ ഇക്കാലത്ത് കണ്ടുവരുന്നത്, ഓരോ സ്കൂളിലെയും കുട്ടികൾ പറയാറുണ്ട്, ടീച്ചർ അങ്ങനെ ചെയ്തു, സാറങ്ങനെ ചെയ്തു, ഇങ്ങനെ കുറ്റപ്പെടുത്തലുകൾ. നിങ്ങൾക്കിതിലൊക്കെ സംശയം ഉണ്ടെങ്കിൽ നേരിട്ട് ചെന്നിട്ട് സ്കൂളിൽ ചോദിക്കാമല്ലോ. വീട്ടിൽ അതിൻ്റെ പേരിൽ അനാവശ്യമായ സംസാരങ്ങൾ ഉണ്ടായാൽ കുട്ടിയുടെ മനസ്സിൽ വലിയ ആശയക്കുഴപ്പമുണ്ടാവും. കുട്ടിയുടെ മനസ്സിൽ പഠനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ കുട്ടി എന്നോട് പറയുകയുണ്ടായി, എല്ലാ ദിവസവും ഞാൻ 9 മണിയാവുമ്പോഴേക്കും എല്ലാ പാഠഭാഗങ്ങളും പഠിച്ച് എനിക്ക് ചെയ്യാനുള്ള മുഴുവൻ കാര്യവും എഴുതി നോട്ടുകളും തയ്യാറാക്കിയിട്ടാണ് ഞാൻ കിടന്നുറങ്ങുന്നത്. ഇന്നത്തെ കാലത്ത് അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ എവിടെയെങ്കിലും കാണാൻ പറ്റുമോ? മൊബൈലും അനാവശ്യമായിട്ട് എടുക്കില്ല. അഥവാ എടുത്താൽ എനിക്ക് പഠിക്കാനുള്ള കാര്യങ്ങളാണ് ഞാൻ ചെക്ക് ചെയ്യുന്നത്. അത്രയും
കാര്യങ്ങൾ കൃത്യമായി ചെയ്യുന്ന ഒരു കുട്ടി കൺഫ്യൂസ്ഡ് ആവുകയാണ്. ഒരാശയക്കുഴപ്പമാണ് കുട്ടിക്ക് ഉണ്ടാകുന്നത്. അമ്മ പറയുന്നത് കേൾക്കണോ, അച്ഛൻ പറയുന്നത് കേൾക്കണോ, ടീച്ചർ പറയുന്നത് കേൾക്കണോ, വീട്ടിൽ പറഞ്ഞതാണോ വിശ്വസിക്കേണ്ടത്, ഞാൻ ടീച്ചറെ അനുസരിച്ചാൽ അമ്മയ്ക്ക് ഇഷ്ടപ്പെടുവോ? അന്നു മുതൽ കുട്ടിക്ക് പഠനത്തിൽ നിന്ന് അല്പം ശ്രദ്ധ മാറിപ്പോയി എന്നാണ് കുട്ടി എന്നോട് പറഞ്ഞത്. അതായത് ഇതിലൊന്നും ഇൻവോൾവ് ചെയ്യണ്ട എന്ന് കരുതിയിട്ടും എല്ലാ വിഷയത്തിനും A+ മാർക്ക് വാങ്ങുന്ന കുട്ടിയാണ്. കൂട്ടുകാര് ചിലതിലേക്ക് എന്നെ കൊണ്ടുവന്ന് ഇഴയ്ക്കുന്നു. അതെന്നെ ഒരുപാട് ബാധിക്കുന്നുണ്ട് ടീച്ചറെ എന്നോട് പറഞ്ഞു. ഇവിടെ ഞാൻ പറയുന്നത് കുട്ടിയുടെ വിശ്വാസത്തെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ആരെയാണ് വിശ്വസിക്കേണ്ടതെന്ന ആശയക്കുഴപ്പത്തിലേക്ക് കുട്ടി പോയാൽ കുട്ടിയുടെ മാനസികമായിട്ടുള്ള വികസനത്തിന് തടസ്സം നേരിടും. 2 കാര്യങ്ങൾ അതിന് വേണ്ടത്. ഒന്ന് സുരക്ഷിതത്വം വേണം, രണ്ടാമത്തേത് വ്യക്തതയാണ് വേണ്ടത്. വീട്ടിൽ ഒരു സന്ദേശം കിട്ടി, സ്കൂളിൽ മറ്റൊരു സന്ദേശം കിട്ടി, കൂട്ടുകാരുടെ അടുത്തു നിന്നും വേറൊരു സന്ദേശം കിട്ടി, അമ്മ ഒരു കാര്യം പറഞ്ഞു, അച്ഛൻ വേറൊരു കാര്യം പറഞ്ഞു, അപ്പൂപ്പൻ വേറൊരു രീതിയിൽ പറഞ്ഞു, അമ്മമ്മ വേറൊരു രീതിയിൽ പറഞ്ഞു, അയൽക്കാര് വേറെ രീതിയിൽ പറഞ്ഞു. കുട്ടി ഇതിൻ്റെ എല്ലാം അകത്ത് കിടന്ന് ഞാൻ ഏത് വിശ്വസിക്കണം എന്നാ ചിന്തിക്കുന്നത്. ഈ കുട്ടിക്ക് എവിടേക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും? ഒരു സ്കൂളില് ഒരു അധ്യാപകൻ ഒരു ക്ലാസ് റൂമിൽ കുട്ടികളുടെ ബാഗിൽ അനാവശ്യമായത് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തത് കൊണ്ട് ഈ കുട്ടിയുടെ പഠനം എത്ര ദിവസമാണ് നഷ്ടപ്പെട്ടത്? ഇതിനെക്കുറിച്ചുള്ള ചർച്ചകളും അതിനുള്ള മറുപടികളും അതിന് ഓരോരുത്തരും പറയുന്ന പ്രശ്നങ്ങളും ഇതെല്ലാം എവിടെ ചെന്നാണ് നിൽക്കുന്നത്? ഈ കുഞ്ഞെന്നോട് ചോദിച്ചു, കൃത്യമായിട്ട് എനിക്ക് പഠനത്തിലേക്ക് എൻ്റെ ഗോളിലേക്ക് ഫോക്കസ് ചെയ്യാൻ ഞാൻ എന്ത് ചെയ്യണം ടീച്ചറായി? വീട്ടിൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതായി അന്നത്തെ വിഷയം. ഇത് ശ്രദ്ധിക്കേണ്ടേ നമ്മൾ? എല്ലാ കുട്ടികളിലും ഇത് സംഭവിക്കണം നിർബന്ധമൊന്നുമില്ല. പക്ഷേ വൈകാരികമായിട്ട് ചില കുഞ്ഞുങ്ങൾക്ക് ഇക്കാര്യങ്ങളിൽ പ്രതികരണങ്ങൾ ഉണ്ടാവാം. എല്ലാവരും വ്യത്യസ്തരല്ലേ? എല്ലാവർക്കും ഒരേ രീതിയിൽ ചിന്തിക്കാൻ പറ്റുമോ? പിന്നീട് കുട്ടി എന്ത് ചെയ്യും? സ്വന്തം അഭിപ്രായം തുറന്നു പറയാൻ ഭയപ്പെടും. കാരണം ഞാനൊരു കാര്യം വന്ന് എൻ്റെ വീട്ടിൽ പറഞ്ഞാൽ അതേ ചൊല്ലി വെറുതെ സമയം കളയുന്നുവെങ്കിൽ എൻ്റെ പഠനത്തിനുള്ള സമയമാണ് പോകുന്നത്. അവൻ പറഞ്ഞ വേറൊരു കാര്യം എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. ഓരോ ആഴ്ചയിലും പഠിക്കാനുള്ള മുഴുവൻ കാര്യങ്ങളും റിവിഷൻ ചെയ്തിട്ടേ ഞാൻ അടുത്ത ആഴ്ചയിലേക്കുള്ള ടൈം ടേബിള് തൊടത്തുള്ളൂ. ഒരാഴ്ചയിലെ മുഴുവൻ റിവിഷൻ ചെയ്തിട്ടായിരിക്കും ഞാൻ കാര്യങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞു. അതുപോലുള്ള കുട്ടികളെ ഇത്തരത്തിലുള്ള സംസാരം, അതുപോലുള്ള കുട്ടികളല്ല ഏത് കുട്ടികളെയാണെങ്കിലും ഇത്തരത്തിലുള്ള സംസാരം എങ്ങനെ ബാധിക്കുമെന്നറിയുമോ? അറിയണ്ടേ? ഇതാണ് അറിയേണ്ടത്. കുട്ടി ഇപ്പോൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതിന് യാതൊരു പ്രസക്തിയുമില്ല. കുട്ടി ഭാവിയിൽ എന്തൊക്കെ അനുഭവിക്കും, അത് അനുഭവിക്കാതെ ഇരിക്കാൻ വേണ്ടി നമുക്ക് ഇന്ന് എന്ത് ചെയ്യാം? ഇതാണ് ലെറ്റ്യൂഡ് പറയുന്നത്. കുട്ടിക്ക് ആശയവിനിമയം കുറയാം, സ്വന്തം അഭിപ്രായം തുറന്നു പറയാൻ മടിയുണ്ടാവാം, അധികാരമുള്ള വ്യക്തികളോടുള്ള വിശ്വാസം കുറയാം. കാരണം സ്കൂളിനെ കുറ്റം പറഞ്ഞാൽ കുട്ടിക്ക് കൊടുക്കുന്ന സന്ദേശം എന്താ? അധികാരികൾ എല്ലാവരും പ്രശ്നക്കാരാണ്, വിശ്വസിക്കരുത്. തെറ്റ് സംഭവിക്കുമ്പോൾ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതിന് പകരം മറ്റുള്ളവരെ കുറ്റപ്പെടുത്താൻ തുടങ്ങും ഈ കുട്ടി. എപ്പോഴും കുറ്റം കണ്ടുപിടിക്കുന്ന മനോഭാവമാകും. തീരുമാനമെടുക്കാൻ പേടി തോന്നും. ഞാൻ ശരിയാണോ എന്ന സംശയം ഉള്ളിൽ വളർന്നേക്കാം. ഇത്തരത്തിലുള്ള കൺഫ്യൂഷൻ കുട്ടിക്കാലത്തേക്ക് മാത്രം നിൽക്കണമെന്നില്ല. ദീർഘകാലം ഇതുപോലുള്ള സംസാരങ്ങൾ തുടർന്നാൽ അത് കുട്ടിയുടെ ഭാവിയിലെ ജീവിതത്തെയും ബാധിക്കും. ജോലിസ്ഥലത്ത് തീരുമാനമെടുക്കാൻ അമിതമായ മടി കാണിക്കാം. എല്ലായ്പ്പോഴും മറ്റൊരാളുടെ അംഗീകാരം തേടിയിട്ടേ കാര്യങ്ങൾ ചെയ്യൂ. സ്വന്തമായി അഭിപ്രായം നടപ്പിലാക്കാൻ മടിയുണ്ടാവും. മേലധികാരികളെ ഒരിക്കലും വിശ്വസിക്കില്ല. വിമർശനം സ്വീകരിക്കുവാൻ പ്രയാസപ്പെടാം. എന്തേലും പറഞ്ഞാൽ എന്നെ അവർ വിമർശിക്കുമോ? കാരണം എൻ്റെ വീട്ടിൽ കുട്ടിക്കാലത്ത് മറ്റൊരാളുടെ കാര്യം പറഞ്ഞപ്പോൾ അവിടെ വിമർശനം ഉണ്ടായി. കുട്ടി ഇങ്ങനെ ഒരു പാറ്റേൺ രൂപീകരിച്ചാൽ ഈ കുട്ടിയുടെ ഭാവി എന്താകും?
പ്രശ്നം എങ്ങനെ പരിഹരിക്കാം എന്നതിനേക്കാൾ ആരുടെ കുറ്റമാണ് കണ്ടെത്തേണ്ടതെന്ന് അന്വേഷിക്കുന്ന സ്വഭാവമായിരിക്കാം ഈ കുട്ടിക്ക് വളരുക. മനസ്സിൽ ആത്മവിശ്വാസക്കുറവും സ്വന്തം തീരുമാനങ്ങളെക്കുറിച്ചുള്ള സംശയവും ഉണ്ടാവാം. ഉത്കണ്ഠയും അമിത ചിന്തയും വർദ്ധിക്കാം. ആളുകളെ എളുപ്പത്തിൽ വിശ്വസിക്കുകയോ ഒരിക്കലും വിശ്വസിക്കാതിരിക്കുകയോ ചെയ്യുന്ന ഒരു മനോഭാവം ഉണ്ടായേക്കാം. കുടുംബജീവിതത്തിലും അതിന്റെ പ്രതിഫലനം കാണും. ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ വരുമ്പോൾ വലിയ സംഘർഷങ്ങൾ ഉണ്ടാക്കണമെന്ന് കുട്ടി പഠിക്കും. തുറന്ന് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടായേക്കാം. പങ്കാളിയുടെയോ കുടുംബാംഗങ്ങളുടെയോ ഉദ്ദേശങ്ങളെ തെറ്റായി ഈ കുട്ടി മനസ്സിലാക്കിയേക്കാം. ഇതിനൊന്നും കുട്ടിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കുട്ടിയുടെ മുന്നിൽ കാണുന്ന കാര്യങ്ങളെ ആവർത്തിക്കാൻ പറ്റുള്ളൂ. അത് കുട്ടിയുടെ പ്രശ്നമല്ല. അറിയാതെ അതേ കുറ്റപ്പെടുത്തൽ മാതൃക സ്വന്തം കുട്ടികളുടെ മുമ്പിലും ആവർത്തിച്ചാൽ അവരുടെ പരമ്പരയായിരിക്കും ഇത് ബാധിക്കുക. പക്ഷെ ഓർക്കുക, ഇതൊരു വിധിയല്ല. സ്നേഹവും സുരക്ഷിതത്വവും ബഹുമാനവുമുള്ള ആശയവിനിമയവും വ്യക്തമായ മാർഗനിർദ്ദേശങ്ങളിൽ ലഭിക്കുമ്പോൾ കുട്ടികൾക്ക് ആത്മവിശ്വാസവും ആരോഗ്യകരമായ തീരുമാനമെടുക്കുവാനുള്ള ശേഷിയും വളർത്തിയെടുക്കാൻ കഴിയും. അതിനാൽ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ കുട്ടികളുടെ മുമ്പിൽ അധ്യാപകരെ കുറ്റപ്പെടുത്തുന്നത് ഒഴിവാക്കുക. അധ്യാപകരുമായി ബഹുമാനപൂർവ്വം നേരിട്ട് സംസാരിക്കുക. അധ്യാപകന്റെ അഭിപ്രായത്തോട് യോജിപ്പില്ലെങ്കിലും കുട്ടിയുടെ മുന്നിൽ അപമാനിക്കുന്ന ഭാഷ ഉപയോഗിക്കരുത്. കുട്ടിയോട് ഇങ്ങനെ പറയാം: നിനക്ക് വിഷമം ഉണ്ടായത് ഞാൻ മനസ്സിലാക്കുന്നു. ഈ കാര്യം നമുക്ക് ടീച്ചറോട് ശാന്തമായി സംസാരിക്കാം. നമ്മളും ടീച്ചറും, ഞങ്ങള് അച്ഛനമ്മമാരും ടീച്ചറും നിന്റെ വളർച്ചയ്ക്കായാണ് പ്രവർത്തിക്കുന്നത്. നിന്റെ അഭിപ്രായവും പ്രധാനമാണ്. അതോടൊപ്പം മറ്റുള്ളവരുടെ വാക്കുകളും നമുക്ക് ശ്രദ്ധിച്ചു കേൾക്കാം. ഇങ്ങനെ പറയുമ്പോൾ കുട്ടി പഠിക്കുന്ന ഏറ്റവും വലിയ ജീവിതപാഠം എന്താണ്? പ്രശ്നം വന്നാൽ അതിനെ എങ്ങനെ പരിഹരിക്കാൻ പഠിക്കണമെന്ന്. പ്രശ്നം വന്നാൽ കുറ്റപ്പെടുത്തേണ്ടതില്ല. ബഹുമാനത്തോടെ സംസാരിക്കാം, കാര്യങ്ങൾ പരിശോധിക്കാം, വ്യക്തത കണ്ടെത്താം. ഓർക്കുക, കുട്ടിയുടെ മനസ്സിന് ഏറ്റവും ആവശ്യമുള്ളത് ആരാണ് ശരിയെന്നതല്ല, ആരെ വിശ്വസിക്കാമെന്ന വ്യക്തതയാണ്. ലെറ്റ്യൂഡ് പറയുന്നത് ഇത്ര മാത്രമാണ്: കുട്ടിയെ കുറ്റപ്പെടുത്തുന്നതിന് മുൻപ് നമ്മൾ കുട്ടിക്ക് നൽകുന്ന സന്ദേശങ്ങളിൽ വ്യക്തതയുണ്ടോ എന്ന് പരിശോധിക്കുക. കുട്ടിയുടെ മനസ്സിൽ ഒരിക്കലും കൺഫ്യൂഷൻ വിതയ്ക്കരുത്, ക്ലാരിറ്റി വിതയ്ക്കൂ. ഓരോ കാര്യവും ക്ലിയർ ആയിരിക്കണം, ശുദ്ധമായിരിക്കണം. കുറ്റപ്പെടുത്തൽ പഠിപ്പിക്കരുത്. തിരിച്ച് ഈ കുറ്റപ്പെടുത്തൽ സ്വന്തം അച്ഛൻ്റെയോ അമ്മയുടെയോ അടുത്തേക്ക് വരികയും ചെയ്യും. ഈ കുറ്റപ്പെടുത്തൽ എന്ന് പറയുന്നുണ്ടല്ലോ, അത് ബൂമറാങ്. അറിയാലോ ബൂമറാങ് എന്താണെന്ന്? വിശ്വാസം വളർത്തുക. കാരണം വ്യക്തതയിൽ സുരക്ഷിതത്വം വളരുന്നു, സുരക്ഷിതത്വത്തിൽ ആത്മവിശ്വാസം വളരുന്നു, ആത്മവിശ്വാസത്തിലാണ് കുട്ടിയുടെ മനോഹരമായ ഭാവി രൂപപ്പെടുന്നത്. ലെറ്റ്യൂഡ് ഇതുപോലെയുള്ള വീഡിയോകൾ തയ്യാറാക്കുന്നത് കുട്ടികൾക്ക് കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ കിട്ടി അച്ഛനമ്മമാര് വീട്ടിലവരെ വിജയത്തിലേക്ക് നയിക്കുവാൻ വേണ്ടിയാണ്. നാളെ മറ്റൊരു വിഷയവുമായി കാണാം. നിങ്ങൾക്ക് ഏത് വിഷയത്തിലാണ് വീഡിയോ വേണ്ടതെന്ന് വെച്ചാൽ താഴെ ടൈപ്പ് ചെയ്താൽ ആ വിഷയത്തിൽ ഒരാഴ്ചക്കകം വീഡിയോസ് തയ്യാറാക്കി നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ പരിഹരിച്ച് തരുന്നതായിരിക്കും. നമ്മുടെ ഒരു ദിവസം ഒരാശയം എന്നുള്ള പ്രാക്ടീസിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അവിടെ എത്തി പരിശീലനം നടത്താവുന്നതാണ്. താങ്ക് യു, ലവ് യു, ബ്ലെസ് യു.